Good morning. ഇപ്പോൾ രാവിലെ ആയി. നമ്മൾ എഴുന്നേറ്റു. ബെഡിൻ്റെ ഒക്കെ അവസ്ഥ ഇതാണ് കേട്ടോ. രാവിലെ പെട്ടെന്ന് ഒരുങ്ങിയതാണ്. നമ്മൾ ഇങ്ങനത്തെ പോണേ കൊടുക്കും ചിക്കമംഗളൂർ. അപ്പോൾ നമുക്ക് ഇനി വരുന്ന വൈക്ക് കാണാം. അപ്പോൾ അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ പാർട്ട് 2 ആണ്. അതായത് ഞാൻ രാവിലെ തൊട്ടുള്ള വീഡിയോസാണ് കേട്ടോ. സെക്കൻഡ് ഡേ ആണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇന്നത്തെ നാളത്തെ ഞാൻ ഈ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താം. അപ്പം എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ രാവിലെയായി നമ്മൾ റെഡിയായി മാറ്റി സെറ്റായിട്ടുണ്ട്. ഫുൾ കോസ്റ്റ്യൂം ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. എല്ലാവരും ഒരുങ്ങി റെഡി ആവുന്നേ ഉള്ളൂ. നമുക്ക് ഒന്നുമില്ല, ഞാൻ പോകും അല്ലെങ്കിൽ അതാ ഞങ്ങൾ ഈ ഹോട്ടലിനോട് വിട പറയുന്നു. ടാറ്റ. അതെ അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്തിട്ട് ഒരു 6 മണിക്കാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ പോകുന്നത് ചിക്കമംഗളൂരിക്കാണ് കേട്ടോ. അപ്പം ഒരു 3 മണിക്കൂറൊക്കെ ഉണ്ട് അങ്ങോട്ട് യാത്ര. അപ്പം ഞാൻ എല്ലാ വീഡിയോസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിനി അവിടെ എത്തിയിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഹോട്ടലിൽ എത്തിയിട്ടാണ്. നമ്മൾ ചിക്കമംഗളൂരിലെത്തി. ഹസൻ എന്ന് പറഞ്ഞൊരു സ്പോട്ടിലാണ്, ഒരു സ്ഥലത്താണ് ഈ ഹോട്ടലുള്ളത്. അപ്പോൾ നമ്മൾ നൈറ്റ് ഇവിടെ തന്നെയാണ് കേട്ടോ സ്റ്റേ ഉള്ളത്. അതാണ് നമ്മൾ ഫുഡ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എന്തൊക്കെയാണ്? പൂരി, ബ്രെഡ്, ജാം, വേറെ എന്തോ സാധനം, ദോശ. അപ്പോൾ നമ്മളത് ആ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് കേട്ടോ. ഓണാക്കണേ. അപ്പോൾ നമ്മളൊരു ടെമ്പിൾക്ക് വന്നതാണ്. ഈ സമയം ഒരു 11:30 ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അടിപൊളിയാണ് കേട്ടോ. ഈ ടെമ്പിളിൻ്റെ പേരൊക്കെ ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് ഞാൻ എഴുതാം. അതിൽ എഴുതാണ്ട് എനിക്ക് അറിയില്ല. എന്തായാലും അടിപൊളി. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ക്യാമറ ലോട്ടല്ല. അപ്പോൾ ഇതാ എല്ലാവരും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ടീച്ചേഴ്സും ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഞാൻ ഫ്രണ്ട്സിനെ അത്രയും കാണിക്കാത്തത് എന്താ വെച്ചാൽ അവർക്ക് ഫേസ് റിവീൽ ചെയ്യുന്ന ഇഷ്ടമുണ്ടാവില്ല, ചിലർക്കൊന്നും താല്പര്യമില്ല. അതുകൊണ്ടാണ് ടീച്ചേഴ്സിനെയൊക്കെ ഞാൻ അത്രയും കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. നമ്മളിനി ഇപ്പോൾ ഒരു 2 മണി കഴിഞ്ഞ് ഞാൻ അതിൻ്റെ അടുത്തുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇനിയും കുറച്ചും കൂടെ പോകാനുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോകുന്നത്. സമയം ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. നടന്നു. അത് നമ്മൾ ഫുഡ് കഴിക്കാനും കരിക്കാനൊക്കെ വണ്ടി ഒരു ഹോട്ടലിൽ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഫുഡ് കഴിക്കാണ്. ഉച്ചക്കത്തെ നെയ്ച്ചോറ്, ചിക്കൻ, അച്ചാറ്, സാലഡ്.
ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് മെയിൻ പരിപാടി എന്ന് പറയുന്നത് ട്രക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് ഓരോ വണ്ടിയിലായിട്ട് കയറാണ്. Go, go. Yeah. Go, go, go. Go. सॉन्ग चाहिए ब्लूटूथ कनेक्ट कर सकता है हाँ कन्नड़ा है നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടാണ്. പക്ഷേ ഇവിടെ നിന്ന് വീഡിയോ എടുത്ത ക്ലിപ്പിൻ്റെ നിന്ന് പോയി, അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ അവിടെ നമ്മൾ പോന്നു. ഇനി നമ്മൾ മല കയറാൻ പോവുകയാണ് കേട്ടോ. അടുത്ത് നമ്മളുടെ ഇതാണ് മല കയറൽ. ഇനിയാണ് നെക്സ്റ്റ് വ്യൂ പോയിന്റ്. നമ്മൾ കയറി മുകളിലെത്താനായിട്ടോ. നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ഷേത്രം കണ്ടു, ഗുഹാക്ഷേത്രം. പക്ഷെ അവിടെ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തിയില്ല. അപ്പം നമ്മളിത് അവിടെ ഒരു വ്യൂ പോയിൻ്റൊക്കെ എത്തിക്കണേ. ഇതിൻ്റെ മേലെ കയറണം, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഇനി അത്രയും കയറാണ്ട് കയ്യുമായിരിക്കും. ഒരു വ്യൂ പോയിൻ്റാണ്. കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ലോണം കൊങ്ങിക്കണം. ടയേർഡ് വേണമെങ്കിൽ ലിഫ്റ്റൊക്കെ ഉണ്ടാക്കാമായിരുന്നു. നമുക്ക് നമ്മളെ പോലത്തെ പാവപ്പെട്ടവർ അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ഇരുന്ന് കണ്ട് ഒന്നിലേക്ക് പോകും. നല്ല അടിപൊളിയാട്ടോ. ഇവിടെ എത്താനായി. അതിലേക്ക് ഇത്രയും നടക്കാനാണ്. അപ്പോൾ നമ്മൾ അടിപൊളി മാഷാഅല്ലാഹ് അടിപൊളി വ്യൂ ആണ് കേട്ടോ. അടിയിലേക്ക് നോക്കിയാൽ എൻ്റെ ചെരുപ്പ് ചെറുതായിട്ടൊരു പണി തന്നു. നമ്മളിപ്പോൾ കല്ലിക്കൂടെയൊക്കെ ഇട്ട് നടക്കുമ്പോൾ ചെറിയൊരു പണി തരും, സ്വാഭാവികമാണ്. അപ്പോൾ കുറച്ചൊരു പാർട്ടി വെയർ ചെരുപ്പിനൊട്ടീനെ പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ ഞാൻ മേലക്കൊന്നും പോയില്ല. അത്യാവശ്യം നല്ലോണം ടയർഡ് ഇനി പിന്നെ വേണ്ടാന്ന് വെച്ചു. നടക്കാനുള്ള കപ്പാസിറ്റി പരിശ്രമിക്കുന്നില്ല. കാരണം അവർക്ക് എന്തായാലും ജീപ്പൊന്നും വരില്ല. പിന്നെ എന്തായാലും ഉരുട്ടി അങ്ങോട്ട് വരേണ്ടി വരും.
അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഡെയിലി ജീപ്പൊക്കെ അവിടെ ഉണ്ട്. അന്നെ എൻ്റെ മാതിരി ഏതൊരു വ്ളോഗർ കയറാൻ നല്ല പണി. ഇനി ഇറങ്ങാം, പെട്ടെന്ന് ഇറങ്ങി. ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വേഗം പോട്ടെ. അപ്പോൾ അതാ നമ്മൾ അവിടുന്ന് പോരാണ്. സൺസെറ്റ് ഉള്ളത്, സൺസെറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട് എല്ലാവരും. നമ്മളിനി റൂമിലേക്കാണ് പോണത്. അല്ല, 2 സ്ഥലം കൂടി കാണാനുണ്ട്. അപ്പോൾ കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോകും. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ച് വരുത്തായിരുന്നു കേട്ടോ. നമ്മൾ ബസ് ഉണ്ടായിരുന്നത് അവിടെ കഴിഞ്ഞു. അവിടുന്ന് നമ്മൾ പോകുന്ന ടൈമിൽ അവിടെ ചെറിയൊരു DJ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിലൊക്കെ തിരിച്ച് വന്നപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. ഐസ്ക്രീം, ഫ്രൈഡ് റൈസ്, ബട്ടർ നാൻ ഇല്ലേ, ബട്ടർ നാൻ, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി. അപ്പോൾ നമുക്ക് റൂം കിട്ടിയിട്ടുണ്ട്. റോളാക്കാൻ എന്താണ് നമ്മൾ ഷെൽഫൊക്കെ ഉണ്ട്. അതിനുള്ള ഹായ് ഗായ്സ്, ഇതാണ് നമ്മളെ ബെഡ്. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ റൂമിലെത്തി. ഇനി കുളിച്ച് ഫ്രഷായിട്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ. കുളിച്ച് ഫ്രഷായിട്ട് കാണാം. The next day. രാവിലെ 5 മണിക്ക് നീച്ചിട്ട് കുളിച്ച് ഫ്രഷായിട്ടോ. റൂമിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പം എല്ലാവരും റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഇനി നമ്മൾ താഴെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ആയി കഴിക്കാൻ പോവാണ്. ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പൂരി, മസാല ദോശ. ഇപ്പോൾ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ ലാസ്റ്റ് സ്പോട്ടുകളാണ്.
ഇതാണോ ഗോൾഡൻ ടെമ്പിൾ? ഇവിടെ വീഡിയോ അലോഡാണ്. പിന്നെ നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്. അപ്പം കൂടെ ഉള്ളത് എൻ്റെ ഫ്രണ്ടാണ്. ആളാണ് നമ്മുടെ ക്യാമറമാന്. ഒക്കെ ഫേസ് റിവീൽ ചെയ്യുന്നതുകൊണ്ട് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആളെ കാണിക്കാത്തത്. ടെമ്പിളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ. ബസ്സിൻ്റെ അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. അങ്ങോട്ട് നടക്കുകയാണ്. നമ്മളിപ്പോൾ ഇതാ ഡാമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. +2+1 ആണ്. പക്ഷെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡാമിൽ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇതാ തിരിച്ചു പോരാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. ഡാമിൽ വെള്ളമൊക്കെ കുറവാണ്. അതുകൊണ്ട് ഞാൻ മേലക്കൊന്നും പോയില്ല. അപ്പോൾ നമ്മൾ വന്ന ബസ്സാണ് കേട്ടോ അവിടെ നിർത്തിയിട്ടില്ല. നമ്മൾ 3 ബസ്സിലാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞു കുറച്ച് പോയാൽ മതി. അപ്പുറത്ത് തന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഹോട്ടൽ. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഉച്ചയ്ക്ക് നല്ല ബിരിയാണി, ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. സാലഡും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിസ്കരിക്കാൻ വന്നതാണ് കേട്ടോ. അതിൻ്റെ അടിക്കുള്ള വ്യൂ ആണ് ഇത്. ഫുള്ള് ഷോപ്പിംഗ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ യാത്രയിലെ ലാസ്റ്റ് സ്പോട്ടാണ് കേട്ടോ നമ്മൾ ബാംബു ഫോറസ്റ്റ്. അപ്പോൾ അങ്ങോട്ട് നടന്നു പോവാണ് നമ്മൾ. ചെറിയൊരു തൂക്കുപാലമുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിരുന്ന ഹോട്ടലും അതേപോലെ ഒരു ഷോപ്പിംഗ് ഏരിയയും കൂടെ ഉണ്ട് കേട്ടോ. നമുക്കിത് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. ഒരുപാട് കടകളുണ്ട്. നമുക്ക് ഏത് കടയിലും വേണമെങ്കിലും നമുക്ക് കയറാം. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടിട്ടാണ് നമ്മളിനി നെക്സ്റ്റ് അങ്ങോട്ട് പോകുന്നത്. അടിപൊളി സ്പോട്ടാണ് നമ്മൾ ബാംബു ഫോറസ്റ്റ്. റിലാക്സ് ചെയ്യാനാണെങ്കിലും ഫോട്ടോസ് എടുക്കാനാണെങ്കിലും അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ബാംബു ഫോറസ്റ്റിലെത്തി. അടിപൊളിയാണ്. നല്ല ആംബിയൻസ് ആണ് നമ്മൾ ബാംബു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ നടന്നാൽ തന്നെ നമുക്ക് ടൈം പോണതേ അറിയില്ല. അത്യാവശ്യം നല്ലോണം ടൈം ലേറ്റ് ചെയ്യുന്നു നമ്മളിതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് കണ്ടപ്പോൾ ആദ്യം ഒറിജിനലാണെന്ന് വിചാരിച്ചു. നമ്മളുടെ കൊടുക്കിലെ ട്രൈബൽ പീപ്പിൾസിൻ്റെ ലൈഫ് സ്റ്റൈലാണ് ഇത് കേട്ടോ സൂചിപ്പിക്കുന്നത്. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്കൂൾ ലൈഫിലെ ലാസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ടോ എന്ന് അറിയില്ല, അത്യാവശ്യം നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്ന സ്പോട്ടൊക്കെ ആണെങ്കിലും അടിപൊളി. ഇനി അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കണ്ട് ഇപ്പോൾ തിരിച്ചു പോവാണ്. പിന്നെ ഷോപ്പിംഗ്
തൂക്കുപാലം. നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ ഒരുപാട് കടകളുണ്ട്, ഒരുപാട് ആളുകൾ നമ്മളിങ്ങനെ വിളിക്കലൊക്കെ ഉണ്ട്. ബാർഗെയിൻ ചെയ്യാൻ ആവശ്യമൊന്നുമില്ല. അവർ ആദ്യം പറയും സ്റ്റുഡൻസിനുള്ള പ്രൈസിലാണ് കൊടുക്കണേന്നുള്ളത്. എന്നാലും നമ്മൾ എല്ലാ കടയിലും അത്യാവശ്യം നല്ലോണം കയറിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് നമ്മൾ വേറെ ഷോപ്പിൽ വന്നതാണ്. എല്ലാ ഷോപ്പിൽ നിന്നും നോക്കാം. നമ്മൾ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തു, ബാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അത് അവിടെ നിന്ന് പോന്നു കേട്ടോ. നമ്മളുടെ ലാസ്റ്റ് സ്പോട്ടും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നു. അപ്പം സാർ വന്ന് വിളിച്ചപ്പോഴാട്ടോ നമ്മൾ അറിയുന്നത് ടൈമൊക്കെ ലേറ്റ് ആയിട്ടുണ്ടെന്ന്. നമ്മൾ യാത്രയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് നമ്മളിവിടെ താമരശ്ശേരി എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്നാണ് നമുക്ക് ഡിന്നർ ഉള്ളത്. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഭയങ്കര സങ്കടമുണ്ട്, നമ്മളെ ട്രിപ്പ് കഴിഞ്ഞല്ലോ എന്നുള്ളൊരിത്. പറയലാണേ നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ട്. അൽഫാം മന്തി ഇനി കേട്ടോ ലാസ്റ്റായിട്ട് നമുക്ക് ഡിന്നർ ഉള്ളത്. അപ്പം എല്ലാവരും ഇവിടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് പേര് ഇതൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം നല്ലൊരു ആംബിയൻസുള്ള ഹോട്ടൽ തന്നെ ഇനി. അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. ഇനിയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ.